സംസാരിക്കുകയാണ്. തിരികെ ഒഞ്ചിയത്തേക്ക് RSS കാണുന്നത് അതിൻ്റെ ഭാഗമായുള്ള നിലപാടുകളാണ് ഇവിടെ സ്വീകരിച്ചു പോകുന്നത്. എന്നാൽ ഇടതുപക്ഷത്തെ ഏറ്റവും വലിയ ശത്രുവായി കാണുന്ന നിലയാണ് RSSും BJPയും സ്വീകരിക്കുന്നത്. ഇത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ RSSന് BJPക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിന് മാത്രമാണ്. ഇടതുപക്ഷത്തെ അവർ എല്ലാ തരത്തിലും ഭയപ്പെടുകയാണ്. ഇടതുപക്ഷത്തെ തകർക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തി വരുന്നത്. ഇപ്പോൾ രണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ എന്ന നിലയ്ക്ക് ആ ഗവൺമെൻറ്റുകളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വർത്തമാനങ്ങളാണ് ഈ അടുത്ത കാലത്ത് വലിയ തോതിൽ ഉയർന്നു വന്നത്. RSS ഇതിനിടയ്ക്ക് നമ്മുടെ രാജ്യത്താകെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. എവിടെയെങ്കിലും കോൺഗ്രസിൻ്റെ ഒരു എതിർപ്പ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുള്ള ചെറുപ്പക്കാരുടെ പ്രതിഷേധങ്ങൾ, വിദ്യാർത്ഥികളുടെ പ്രതിഷേധങ്ങൾ, അത് ഹൈദരാബാദിലായാലും ഡൽഹിയിലായാലും സർവകലാശാലകളിൽ നടന്നിട്ടുള്ള JNU പോലുള്ള കേന്ദ്രങ്ങളിൽ നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, രോഹിത് വെമുലയെയും കനയ്യകുമാറിനെയും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ ഈ പറയുന്ന പേരുകളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കോൺഗ്രസ് വിദ്യാർത്ഥിയുടെ പേര് കാണാൻ കഴിയുന്നുണ്ടോ? ഇടതുപക്ഷത്തിൻ്റെതല്ലാത്ത ആരെയെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? ഇടതുപക്ഷം മാത്രമാണ് ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ കേരളം പിടിച്ചടക്കാൻ പുറപ്പെട്ട് അതിനെന്താണ് സംഭവിക്കുന്നത് എന്ന് അടുത്ത നാളിൽ കേരളം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വലിയ വാശിയിലായിരുന്നു മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ BJP രംഗത്തിറങ്ങിയത്. അവരെന്തോ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു കളിയും, വല്ലാത്ത വോട്ടാണ് സമ്പാദിക്കാൻ പോകുന്നത്, തങ്ങളെങ്ങനെ അടിവെച്ച് മുന്നോട്ട് പോവുകയാണ് എന്നെല്ലാം അവകാശപ്പെട്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയത്. സാധാരണ നിരക്ക് വലിയ തോതിലുള്ള പണം അതിനുവേണ്ടി, പണത്തിനൊരു കുത്തൊഴുക്ക് തന്നെയാണ് ഉണ്ടായത്. നിർലോഭമായി BJPയുടെ പ്രവർത്തനങ്ങൾ മുന്നേറി. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തിയാൽ അവിടെ കണ്ടു ജനങ്ങൾ നൽകിയ പിന്തുണ എങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ വോട്ടും അത് എണ്ണത്തിലും ശതമാനത്തിലും നേടാൻ കഴിഞ്ഞത് LDFനായിരുന്നു. UDF വളരെ മികച്ച സ്ഥാനാർത്ഥിയാണ് അവിടെ നിർത്തിയത്. അവർക്ക് നിർത്താൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് നിർത്തിയത്. അതോടൊപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ കൂടെ ഇല്ലാതിരുന്ന വെൽഫെയർ പാർട്ടിയെയും SDPIയെയും അവരുടെ കൂടെ അണിനിരത്താൻ അവർക്ക് സാധിച്ചു. ആ രണ്ടു കൂട്ടരും വോട്ട് UDF സ്ഥാനാർത്ഥിക്ക് നൽകി. പക്ഷേ LDF നേടിയ തരത്തിലുള്ള വോട്ട് വർധനവും എണ്ണത്തിലുള്ള വർധനവും ശതമാനത്തിലുള്ള വർധനവും നേടാൻ UDFനായില്ല. അത് ആ രീതിയിൽ താരതമ്യപ്പെടുത്തിയാൽ അവർ പുറകോട്ട് പോയി എന്താണ് കാണാൻ സാധിക്കുക. എന്നാൽ BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയതിൽ നിന്നും എത്രയോ കൂടുതൽ മുന്നേറുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ 0.5% വോട്ട് പുറകിൽ പോയി. ഇതാണ് കേരളം നൽകുന്ന സംഭാവന. അത്തരമൊരു സംഭാവന നൽകാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ നിലപാടുള്ളതുകൊണ്ടാണ്. ഇടതുപക്ഷത്തിന് ശക്തമായി RSSനെയും BJPയെയും തുറന്നു കാണിക്കാൻ കഴിയുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയധികം വിരോധം ഇടതുപക്ഷത്തോട് വരുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്, ഇവിടുത്തെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഇവിടെ LDFും മറ്റും BJPക്ക് ആളെ കൂട്ടിക്കൊടുക്കുന്ന പണിയാണ് നടക്കുന്നത് എന്ന് ആക്ഷേപിച്ചത് എന്നറിയില്ല. ചില ആക്ഷേപം അങ്ങനെ ഉന്നയിച്ചതായി കാണുന്നുണ്ട്.
അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, എന്തു പറ്റി കോൺഗ്രസിന് എന്ന്. ഞങ്ങൾ ആളെ കൂട്ടിക്കൊടുത്തതുകൊണ്ടാണോ രാജ്യത്താകെ കോൺഗ്രസിൻ്റെ ഒരുപാട് നേതാക്കൾ ഇപ്പോൾ BJP-യിലേക്ക് ചേക്കേറിയിരിക്കുന്നത്? ഇപ്പോൾ ഉത്തർപ്രദേശ് ഇലക്ഷൻ ഈ അടുത്ത നാളിലാണ് നടന്നത്. ഉത്തർപ്രദേശ് ഇലക്ഷന് മുൻപ് തന്നെ ഒരുപാട് ആളുകൾ BJP-യിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. നമ്മുടെ തൊട്ടുകിടക്കുന്ന സംസ്ഥാനം കർണാടക, ആ കർണാടകയിൽ മുഖ്യമന്ത്രിയായിരുന്ന SM കൃഷ്ണ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവായിരുന്നു അദ്ദേഹം ഇപ്പോൾ എവിടെയാണ്? അദ്ദേഹം കർണാടകയിലെ പ്രമുഖരായ 8 നേതാക്കളോടൊപ്പമാണ് BJP-യിലേക്ക് ചേക്കേറിയത്. നമ്മളെല്ലാവരും കേട്ട പേരാണ് പഴയ ത്രിപാഠിയുടെ പേര്. അദ്ദേഹം കുറേ നാൾ മുൻപ് കോൺഗ്രസിനോട് സലാം പറഞ്ഞ് പിരിയുന്നതും BJP-യിലേക്ക് ചെല്ലാൻ വേണ്ടി അവിടെ ചെന്ന് കയറുന്നതുമെല്ലാം നമ്മളെല്ലാവരും കണ്ടതാണ്. എങ്ങനെയാണ് ഇത്രയും പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾക്ക് BJP-യെ ശക്തിപ്പെടുത്താൻ കഴിയുന്നത്? ഉത്തർപ്രദേശിലെ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നയാൾ അവരാണ് BJP-യിലേക്ക് പോയത്. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ജഗദാംബിക പാൽ. അവിടുത്തെ ഏറ്റവും പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്നു റീത്ത ബഹുഗുണ. ഇവരെല്ലാം 12 നേതാക്കന്മാരുടെ കൂടെയാണ് അങ്ങോട്ട് പോയത്, BJP-യിലേക്ക് പോയത്. കോൺഗ്രസ് എന്ന് പറയുന്നത് BJP-യുടെ ഒരു റിക്രൂട്ടിംഗ് കേന്ദ്രമായി മാറുന്ന നിലയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രിയായിരുന്ന വിജയ ബഹുഗുണ 12 നേതാക്കന്മാരുടെ കൂടെയാണ് BJP-യിലേക്ക് ചേക്കേറിയത്. എന്താണ് കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഡൽഹിയിൽ പ്രമുഖനായ കോൺഗ്രസ് നേതാവായിരുന്നു കൃഷ്ണതീരത്ത്. ഹരിയാനയിലെ റാവു ഇന്ദ്രജിത് സിംഗ് കോൺഗ്രസിന്റെ പ്രാമാണികനായ നേതാവായിരുന്നു. എല്ലാം ഇപ്പോൾ കോൺഗ്രസിനോടൊപ്പമില്ല, എല്ലാം BJP-യുടെ കൂടെയാണ്. മണിപ്പൂരിൽ നേരത്തെ, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലുള്ളതല്ല ഞാൻ പറയുന്നത്, തെരഞ്ഞെടുപ്പിന് മുൻപ് മണിപ്പൂർ നിയമസഭയിൽ മുഖ്യമന്ത്രിയായിരുന്നയാള്, നേരത്തെ മുഖ്യമന്ത്രിയായിരുന്നയാള്, പിന്നെ 34 MLA-മാര് ഒന്നിച്ച് കോൺഗ്രസ് ആയിരുന്നു. ഇപ്പോൾ കൂട്ടത്തോടെ കോൺഗ്രസ് വിട്ട് BJP ആവുകയാണ്, BJP-യിലേക്ക് ചേക്കേറുകയാണ്. ഉത്തർപ്രദേശ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള നില നോക്കി ഇപ്പോൾ കുറച്ച് നാളല്ലേ ആയുള്ളൂ. ഡൽഹിയിൽ നേരത്തെ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്, അവിടുത്തെ മുൻ മന്ത്രി, നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്, കോൺഗ്രസിന്റെ നിറഞ്ഞു നിൽക്കുന്ന നേതാവാണ്. അദ്ദേഹമാണ് അരവിന്ദ് ലവ്ലി. അദ്ദേഹം ഇപ്പോൾ എവിടെയുണ്ട്? BJP-യിലേക്ക് ചേക്കേറി. മണിപ്പൂർ ഇലക്ഷൻ കഴിഞ്ഞു. നേരത്തെ പോയ കണക്കല്ല ഞാൻ പറയുന്നത്. മണിപ്പൂരിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6 MLA-മാരാണ് ഇപ്പോൾ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 6 MLA-മാർ ഇപ്പോൾ BJP-യിലേക്ക് ചേക്കേറി. കോൺഗ്രസ് എന്താണെന്ന് നാം തിരിച്ചറിയേണ്ടതാണ്. എന്താണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത്? അരുണാചലിലെ അവിടുത്തെ പ്രമുഖരായ 23 നേതാക്കന്മാരാണ് കോൺഗ്രസിലേക്ക് BJP-യിലേക്ക് ചേക്കേറിയത്. ഡൽഹിയിലെ തന്നെ മഹിളാ കോൺഗ്രസിന്റെ നേതാവാണ് ബർക്ക സിംഗ്. അവരിപ്പോ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം 12 നേതാക്കളോട് കൂടിയാണ് ഇവിടെ BJP-യിലേക്ക് കയറിയത്. അപ്പോ ഇവിടെയൊക്കെ ഇത് സംഭവിച്ചത് ഞങ്ങളവിടെ റിക്രൂട്ട് ചെയ്ത് കൊടുത്തതുകൊണ്ടാണോ? ഈ പറയുന്ന സ്ഥലത്തൊന്നും LDF അത്രത്തോളം ശക്തമല്ലാലോ, ഇടതുപക്ഷം അത്രത്തോളം ശക്തമല്ലാലോ, ഇടതുപക്ഷം റിക്രൂട്ട് ചെയ്ത് അയച്ചതല്ലാലോ. അപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്നത് BJP-യെ നേരിടാൻ പറ്റാത്തൊരു ശക്തിയായി മാറിയിരിക്കുന്നു.
അവര് ഈ തരത്തിലുള്ള ഒരു റിക്രൂട്ടിംഗ് കേന്ദ്രമാക്കി കോൺഗ്രസിനെ മാറ്റിയിരിക്കുന്നു. ആര് പോകും? ആർക്കും നിശ്ചയമില്ല. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സംസ്ഥാന തലപ്പത്തിരിക്കുന്ന ഒരാള്, അതായത് ഇവിടുത്തെ KPCCയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്, താൽക്കാലികമാണെങ്കിലും പ്രസിഡന്റ് ആണല്ലോ അദ്ദേഹം, ആ ചുമതലയാണല്ലോ വഹിക്കുന്നത്. അദ്ദേഹമല്ലേ ഒരു ദിവസം കയറി പറഞ്ഞത്, പേരെടുത്ത് പറഞ്ഞുകൊണ്ട്, ഞാനിപ്പോൾ ആ പേര് പറയുന്നില്ല, ഒരു പേര്, പ്രധാനപ്പെട്ട ഒരാള്, കോൺഗ്രസിന്റെ വക്താവ്, പാർലമെന്റ് മെമ്പർ എല്ലാമായിട്ടുള്ള ഒരാളെ കുറിച്ച് പറയല്ലേ, അദ്ദേഹം BJPയിലേക്ക് പോകില്ല, BJPയിലേക്ക് പോകില്ല എന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. എന്തൊരു പാപരത്വമാണെന്ന് നോക്കണം. എവിടത്തേക്ക് കോൺഗ്രസ് എത്തി എന്നുള്ളതല്ലേ ഇത് കാണിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയാത്തത്? RSSനെതിരെയും BJPക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കാത്തതുകൊണ്ട് തന്നെ. RSSനെയും BJPയെയും അതുമായി സമരസപ്പെട്ടു പോകുന്ന നിലപാടല്ലേ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അതിന്റെ കെടുതിയല്ലേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അസംബ്ലിയിൽ ഒരു ദിവസം ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ ഞങ്ങൾ ഈ കണക്ക് ചെറിയ തോതിൽ അവരോട് പറഞ്ഞു. അവിടുത്തെ സമയപരിമിതി വെച്ച് എല്ലാ കണക്കും പറയാൻ പോയില്ല. നിങ്ങളെ ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ചോദിച്ചു. ഒന്നും പറയാൻ അവർക്കില്ല. മതനിരപേക്ഷത സംരക്ഷിക്കാൻ വേണ്ടി മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. മതനിരപേക്ഷത സംരക്ഷിക്കണമെങ്കിൽ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണം. ആ നിലപാട് ഇവിടെ സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ എന്നാണ് പ്രശ്നം. ആ നിലപാട് സ്വീകരിക്കാൻ ഇവിടെ കഴിയുന്നില്ല, കോൺഗ്രസിന് കഴിയുന്നില്ല. ഏതെല്ലാം പ്രശ്നങ്ങളിൽ കോൺഗ്രസ് അവരുമായി സമരസപ്പെട്ടു പോയിട്ടുണ്ട്. കേരളത്തിലെ ഒരു കണക്കെടുത്ത് നോക്കി. കേരളത്തിലെ കണക്കെടുത്താൽ നമുക്ക് കാണാൻ കഴിയും, ഒട്ടേറെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ ഇവർ ഒന്നിച്ചാണ്. എങ്ങനെയാണ് അങ്ങനെ സാധിക്കുന്നത്? നിങ്ങൾ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആപത്ത് വിതച്ചുകൊണ്ടിരിക്കുന്ന വർഗീയതയുടെ തനി പ്രചാരകരും സംരക്ഷകരുമായ, അതിൻ്റെ വക്താക്കളായ, അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗവുമായി എങ്ങനെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെറിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തിനോ വേണ്ടി യോജിക്കാൻ കഴിയുന്നു? നമ്മുടെ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിൽ എത്രയിടത്താണ് ഇത്തരത്തിലുള്ള യോജിപ്പുണ്ടാക്കിയിരിക്കുന്നത്? അപ്പോൾ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്തൊരു സമീപനമില്ല. വർഗീയതയുമായി ഒത്തുതീർപ്പുണ്ടാക്കുകയാണ്, സമരസപ്പെട്ടു പോവുകയാണ്. അവരെയും അണിനിരത്തിക്കൊണ്ട് എങ്ങനെ നമ്മുടെ നാട്ടിലെ വർഗീയതക്കെതിരെയുള്ള നിലപാട് ശക്തിപ്പെടുത്താൻ കഴിയും? അപ്പോ സ്വന്തം കാലിലെ മന്ത് തിരിച്ചറിയാൻ പ്രതിപക്ഷ നേതാവിനും മറ്റുള്ളവർക്കും സാധിക്കണം. ഞങ്ങളെ നോക്കി ഞങ്ങളാണ് റിക്രൂട്ട് ചെയ്ത് അയക്കുന്നത് എന്ന് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. ഞങ്ങളല്ല, ഞാൻ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലൊന്നും, മണിപ്പൂരിലായാലും ഉത്തർപ്രദേശിലായാലും ഡൽഹിയിലായാലും ഒരിടത്തും ഞങ്ങളല്ല ഇവരെയൊന്നും അയച്ചത്. നിങ്ങളുടേതായ നയത്തിന്റെ ഭാഗമാണ്. നിങ്ങളൊരു A ടീമും B ടീമുമായിട്ട് കളിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങൾ എണ്ണി നോക്കിയാൽ 50-ൽ പരം MP-മാരായിരുന്നവര് BJPയിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. ഭീകരമായൊരവസ്ഥയാണ്. ഇതാണ് രാജ്യത്തിലെ കോൺഗ്രസിന്റെ നില എന്നത് നാം തിരിച്ചറിയണം. കേരളത്തിൽ BJPക്കെതിരെയുള്ള ശക്തമായ വികാരം നിലനിൽക്കുന്നത് ഇവിടെ ഇടതുപക്ഷം അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ്. അതിന് ആ ഇടതുപക്ഷത്തെ എങ്ങനെയെല്ലാം ആക്രമിക്കാൻ പറ്റും എന്നാണ് ഇവിടുത്തെ കോൺഗ്രസും BJPയും ഒന്നിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വരുമ്പോൾ ഒന്നിക്കുന്നതിന് മടിയില്ല. ആ ഭാഗം എടുത്താൽ വേറൊരു ഭാഗമാണ്. കേരളത്തിലെ LDF ഗവൺമെന്റ് അധികാരത്തിലേറിയിട്ട് ഒരു വർഷം തികയാൻ പോകുന്നു. 12-ാം മാസത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യം, LDF ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുൻപുള്ള 5 വർഷക്കാലമാണ്. ആ 5 വർഷക്കാലം 2011 മുതൽ 16 വരെയുള്ള കാലം. ആ 5 വർഷക്കാലം, ആ 5 വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരിതപർവമായിരുന്നു.
ഇവിടെ ചെയ്തത് അന്നത്തെ ഗവൺമെന്റ് സാധാരണ ഭരണ നടപടികളിൽ സ്വീകരിക്കുന്ന എല്ലാ സമ്പ്രദായങ്ങളും തകർക്കുകയായിരുന്നു. സർക്കാർ നടപടികളെല്ലാം കൃത്യമായ നിയമങ്ങളെയും ചട്ടങ്ങളെയും പാലിച്ചുകൊണ്ട് നടത്തേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ഒരു നിയമവും ചട്ടവും പാലിക്കേണ്ടതില്ല എന്ന നിലപാട് ആ കാലയളവിലെ സർക്കാർ കൈക്കൊണ്ടു. ഞാൻ പറഞ്ഞു വരുന്നത് അന്ന് ഒരുപാട് അഴിമതിയുടെ കാര്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് മാത്രമല്ല, അതൊരു ഭാഗത്തുണ്ട്. കൊള്ളരുതായ്മകൾ പലതും അതിൻ്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. ആ കൊള്ളരുതായ്മകളെല്ലാം ആളുകളുടെ മനസ്സിലുണ്ടാവും ഇപ്പോഴും. ഞാൻ അതിനെക്കുറിച്ചല്ല ഇപ്പോൾ പറയുന്നത്. സാധാരണ ഭരണ നടപടികളുണ്ട്. ആ ഭരണ നടപടികൾ നിയമവും ചട്ടവും അനുസരിച്ച് നടത്തേണ്ടതാണ്. ഒരു നിയമവും ചട്ടവും തങ്ങൾക്ക് ബാധകമല്ല. തങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നടത്തും. ഇതിന്റെ ഫലം എന്തായി? നമ്മുടെ സിസ്റ്റം അങ്ങ് തകർന്നുപോയി. നമ്മുടെ സിസ്റ്റം തകർത്തു കളഞ്ഞു. തങ്ങൾക്ക് വിരോധമുള്ള രാഷ്ട്രീയ കക്ഷികൾ, തങ്ങൾക്ക് വിരോധമുള്ള മുന്നണി, ഇവിടെ മുന്നണിയും ആണല്ലോ, മുന്നണിയുടെ അടിസ്ഥാനത്തിലാണല്ലോ കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പൊ അവരെ വകവരുത്തുക എന്നതായി നിലപാട്. ഇതിന്റെ ഭാഗമായി കെട്ടിച്ചമച്ച കള്ളക്കേസുകൾ, പിന്നെ ആളുകളെ പ്രത്യേകമായി ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾ. നിങ്ങൾ ഒരു കേസ് അന്വേഷിക്കേണ്ട രീതികളുണ്ട്. ആ രീതികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആളെ ലക്ഷ്യമിട്ട് അല്ലെങ്കിൽ ആളുകളെ ലക്ഷ്യമിട്ട് അന്വേഷിക്കുന്ന രീതി. ഒരു നിയമവും ചട്ടവും തങ്ങൾക്ക് ബാധകമല്ല എന്ന നിലപാട് സ്വീകരിച്ചത്. ചിലരെ പ്രതികളാക്കാൻ വേണ്ടി എല്ലാ വഴിവിട്ട മാർഗങ്ങളും സ്വീകരിച്ചത്. ഇത് ഏതാനും ഓഫീസർമാർ മാത്രമല്ലല്ലോ ഇതിന്റെ ഭാഗമാകുന്നത്. ഉയർന്ന തലത്തിലുള്ള ഏതാനും ഓഫീസർമാരെ വഴിവിട്ട നീക്കങ്ങൾക്ക് ഉപയോഗിച്ചാൽ അതിന്റെ ഭാഗമായി ആ സിസ്റ്റമാകെ തകർന്നു പോവുകയാണ്. ഇത് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചു. എല്ലാ മേഖലയും തകർന്നു പോകുന്ന നില ഉണ്ടായി. നമ്മുടെ സിസ്റ്റം തകർന്നുപോയി. ആ തകർത്ത സിസ്റ്റം അത് നന്നാക്കണമെങ്കിൽ സമയം കുറച്ചെടുക്കും. ഇവിടെ മറ്റൊരു രംഗം നമ്മൾ ആലോചിക്കണം. നമ്മുടെ കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള കടുത്ത മത്സരമാണ് നടന്നു വരുന്നത്. അത് ഒരു രാഷ്ട്രീയ മത്സരം എന്ന നിലക്ക് തന്നെയാണ് നടക്കുന്നത്. വലതുപക്ഷത്തിന് നേരത്തെ മുതൽക്കേ ഇടതുപക്ഷത്തെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യണം. അതിന് നേരിൻ്റേതല്ലാത്ത മാർഗങ്ങൾ പലതും കേരളത്തിലെ വലതുപക്ഷം സ്വീകരിക്കാറുണ്ട്. ഇതിന് സ്വാഭാവികമായും വലതുപക്ഷം ഉപയോഗിക്കുക അവർക്ക് പിന്തുണ നൽകാൻ തയ്യാറാകുന്ന മാധ്യമങ്ങളെയാണ്. അതെവിടെയും അങ്ങനെയാണ്. ഇപ്പൊ സാമ്രാജ്യത്വം, അമേരിക്കൻ സാമ്രാജ്യത്വം ഇറാഖിനെ ആക്രമിക്കാൻ പുറപ്പെട്ടപ്പോൾ ഇറാഖിന്റെ കയ്യിലുള്ള രാസായുധങ്ങൾ നമ്മളെ ഒഞ്ചിയത്ത് വന്ന് വീണുപോകുമെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ മാധ്യമങ്ങൾ എത്തിച്ചിരുന്നു. കാരണം അവരുടെ കയ്യിൽ അത്രത്തോളം മാധ്യമമാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്തും ഈ ആയുധം വന്ന് വീണേക്കാം, പിന്നെ നമ്മളെല്ലാവരെയും കഥ കഴിഞ്ഞു തന്നെ എന്ന് ചിന്തിക്കത്തക്ക അവസ്ഥയിലായിരുന്നു പ്രചരണം. എല്ലാം കഴിഞ്ഞു. ആ രാജ്യമാകെ തകർത്തു. ആ രാജ്യം എന്ന് പറയുന്നത് ഒരു സെക്കുലർ രാഷ്ട്രമായിരുന്നു, നമ്മൾ ഓർക്കണം. ആ സെക്കുലർ രാഷ്ട്രത്തെ തകർത്തു. ഈ ലോകത്തിന്റെ ഉന്നതമായ സാംസ്കാരിക ഒരുപാട് അവശിഷ്ടങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണത്. അതെല്ലാം തകർത്തു. എല്ലാം കഴിഞ്ഞപ്പോൾ അമേരിക്ക പറഞ്ഞു തെറ്റിപ്പോയി, അവരെ കയ്യിൽ ഒരായുധവും ഉണ്ടായിരുന്നില്ല. ഇതാണ് പ്രചരണത്തിന്റെ ഒരു രീതി. സാമ്രാജ്യത്തിന്റെ കയ്യിലാണ് 90% മാധ്യമങ്ങൾ. അവർ മുഴുവൻ ഈ പ്രചരണം കൊമ്പുകോർത്തങ്ങൾ നടത്തുകയില്ല. ഇടതുപക്ഷത്തിനെതിരായ പോരാട്ടത്തിൽ വലതുപക്ഷത്തിന്റെ കയ്യിൽ ഈ 90%-ക്കാളും കൂടുതലുണ്ടോ എന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ. അത്രയധികം മാധ്യമങ്ങളെ സന്നാഹമാക്കി നിർത്തിയിരിക്കുകയാണ്. ഈ സന്നാഹമാക്കി നിർത്തിയവര് ഇടതുപക്ഷത്തിനെതിരെയുള്ള ശക്തമായ പ്രചരണമാണ് അഴിച്ചുവിട്ടത്. ഓരോ ഘട്ടത്തിന്റെയും ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ആ ഉദാഹരണങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ ഓർത്തു നോക്കിയാൽ മതി. എന്തൊക്കെയായിരുന്നു ഇവിടെ നടന്നിരുന്ന പ്രചരണം, എങ്ങനെയൊക്കെയാണ് ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നത് എന്ന് നിങ്ങളെല്ലാവരുടെയും നമ്മളെല്ലാവരുടെയും അനുഭവത്തിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല.
പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നു. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എല്ലാവർക്കും വല്ലാത്ത ധൃതിയായിരുന്നു. ഇവിടെ UDF ജയിച്ചത് തന്നെ, ഇതായിരുന്നു പ്രചരണം. ചിലർ പറഞ്ഞു നല്ല ഭൂരിപക്ഷത്തിൽ UDF ജയിക്കും. അപൂർവം ചിലർ പറഞ്ഞു UDFന് തന്നെയാണ് ജയം, എന്നാൽ വലിയ ഭൂരിപക്ഷത്തിന് സാധ്യതയില്ല എന്ന് ചിലർ പറഞ്ഞു. പക്ഷേ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ആർക്കും ഒരു സംശയം ഉണ്ടായില്ല, UDF ആണ് ജയിക്കുക എന്നുള്ളത്. ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ മാത്രമേ ചില്ലറ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. സർവ പിന്തുണയും ആ ഘട്ടത്തിലും നമ്മുടെ കേരളത്തിലെ വലതുപക്ഷ താല്പര്യപ്രകാരം UDFന് നൽകി. തെരഞ്ഞെടുപ്പ് ഫലം വന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇത്രയും നാൾ ഇങ്ങനെയെല്ലാം പ്രചരിപ്പിച്ചവരാകെ അമ്പരന്നുപോയി. കാരണം അവരുടെ അമ്പരപ്പ് പെട്ടെന്നൊന്നും വിട്ടുമാറാത്ത തരത്തിലുള്ളൊരു ഫലമാണ് ജനങ്ങൾ കേരളത്തിൽ നൽകിയത്. വൻപിച്ച ഭൂരിപക്ഷം LDFന് നൽകി. ഇതിന്റെ ഭാഗമായി വന്ന ഞെട്ടലിൽ നിന്ന് പെട്ടെന്നൊന്നും അവർക്ക് മുക്തരാകാൻ കഴിഞ്ഞില്ല. അപ്പോൾ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റിനെ ആദ്യഘട്ടത്തിൽ തന്നെ എങ്ങനെയാണ് വല്ലാതെ എതിർക്കുക, അതേവരെ എതിർത്ത് വന്ന പോലെ, ഇടതുപക്ഷത്തെ അതേവരെ എതിർത്ത് വന്നതുപോലെ ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെയും ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഉടനെ, അതും ഇത്ര വലിയ പിന്തുണയോടെ അധികാരത്തിൽ വന്നൊരു ഘട്ടത്തിൽ എങ്ങനെ എതിർക്കും എന്നൊരു ചിന്ത അവർക്കുണ്ടായി. അതുകൊണ്ട് അവർ തൽക്കാലം അത്തരമൊരു എതിർപ്പ് വേണ്ടെന്ന് വെച്ചു. ഗവൺമെന്റിനെതിരെയുള്ള ആയുധങ്ങൾ തൽക്കാലം പ്രയോഗിക്കണ്ട എന്ന് വെച്ചു. അങ്ങനെ ആദ്യഘട്ടം കഴിഞ്ഞു കുറച്ചു മാസം. അപ്പോഴേക്ക് കൂടുതൽ ശക്തമായ തയ്യാറെടുപ്പ് അണിയറക്കുള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ അണിയറക്കുള്ളിൽ തയ്യാറെടുത്തുകൊണ്ട് പിന്നെ LDF ഗവൺമെന്റിനെതിരെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇവിടെ ഒരു കാര്യം മാത്രമേ ഞങ്ങൾക്ക് പൊതുവിൽ വ്യക്തമാക്കാനുള്ളൂ. കേരളത്തിലെ LDF ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് കേരളത്തിലെ വലതുപക്ഷത്തെ പീഡിപ്പിക്കാനല്ല. LDF ഗവൺമെന്റ് എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ കുറിച്ച് LDFന്റെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക നമ്മുടെ നാട്ടിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുക. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലുള്ള കുറെ കാര്യങ്ങൾ ഈ ഒരു വർഷം ആകുന്ന ഈ ഘട്ടത്തിൽ നോക്കിയാൽ കുറെ കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. ഒരു കാര്യത്തിൽ സംശയമില്ല, ആ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ വരുന്ന കാലയളവിൽ, ഇനിയും 4 വർഷത്തിലധികമുണ്ട്, ആ 4 വർഷ കാലയളവിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കുമെന്ന തരത്തിൽ തന്നെയാണ് LDF നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ നിലപാടുകൾ അത്ര കണ്ട് ബോധ്യപ്പെടാൻ വലതുപക്ഷത്തിന് പ്രയാസമുണ്ട്. ഇപ്പോൾ ഒരു കാര്യം, ആദ്യഘട്ടത്തിൽ LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഉടനെ ചെയ്ത ഒരു നടപടി, ആ നടപടി നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ക്ഷേമ പെൻഷൻ അർഹതയുള്ള ആളുകൾ ഇനി തന്റെ കണ്ണടയുന്നതിന് മുന്നിൽ അത് കിട്ടില്ല എന്ന് കണക്കാക്കി നിൽക്കുകയായിരുന്നു. പലരും അത് പരസ്യമായിട്ട് പറഞ്ഞതാണ്, എന്റെ കണ്ണടയുന്നതിന് മുന്നിൽ ഒരു പെൻഷൻ കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന്. അവരെ കയ്യിലാണ് ക്ഷേമ പെൻഷന്റെ ഭാഗമായുള്ള തുക എത്തിയത്. നമ്മളെല്ലാവരും കാണുകയും, അതായത് കൺകുളിർക്കെ ഈ കേരളത്തിലെ പൊതുസമൂഹം കണ്ടു. എന്ത് കണ്ടു? ഈ നോട്ടുകൾ ഇങ്ങനെ പിടിച്ചിട്ട് പല്ലില്ലാത്ത ആ മോണ പുറത്തു കാട്ടി ചിരിക്കുന്ന ആ പാവപ്പെട്ടവരുടെ ചിത്രം നമ്മളെല്ലാവരും കണ്ടു. അതിൽ മനസ്സ് കുളിരാത്തവരില്ല. അത് പക്ഷേ വലതുപക്ഷത്തിനുണ്ടാവില്ല. വലതുപക്ഷത്തിന് അതൊക്കെ പരിഹാസ്യമായ നടപടിയാണ്. ആ പരിഹാസ്യമായ നടപടി കൊണ്ടാണ് കുറെ മാസങ്ങൾ അവർക്ക് കൊടുക്കാതിരുന്നത്. ഇനി തന്റെ മരണത്തിന് മുൻപ് ഇത് കിട്ടില്ല എന്ന് അവരെ കൊണ്ട് ചിന്തിപ്പിച്ചത്. അപ്പൊ ഇതാണ് വലതുപക്ഷവും ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം.
നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ മേഖല ഇപ്പോഴും പരമ്പരാഗത വ്യവസായ മേഖലയാണ്. ആ പരമ്പരാഗത വ്യവസായ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമാണ് കയർ രംഗം. ലക്ഷക്കണക്കിൽ തൊഴിലാളികളായിരുന്നു അതിൽ. ഇപ്പൊ അത്രയൊന്നുമില്ല. എന്ത് സംഭവിച്ചു? കഴിഞ്ഞ 5 വർഷം കൊണ്ട് ആ മേഖല അങ്ങ് തകർത്തു കളഞ്ഞു. ഈ പറഞ്ഞ 2011 മുതൽ 16 വരെയുള്ള 5 വർഷം ആ മേഖല തകർന്നുപോയി. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഈ കഴിഞ്ഞ 11 മാസങ്ങൾ ആ തൊഴിലാളികളിൽ നിറഞ്ഞ സന്തോഷമുണ്ട്. അവരുടെ കൂടെ ഒരു ഗവൺമെന്റ് ഉണ്ട് എന്നവർ കാണുന്നു. അതിൻ്റെതായ ആത്മവിശ്വാസം അവർക്കുണ്ടായിരിക്കുന്നു. ഈ മേഖലയെ തകരാൻ സർക്കാർ അനുവദിക്കില്ല എന്ന ചിന്ത അവർക്കുണ്ടായിരിക്കുന്നു. വലതുപക്ഷത്തിന് അത് പ്രധാനമുള്ള കാര്യമല്ല. ഈ പാവപ്പെട്ട കയർത്തൊഴിലാളിന്റെ കാര്യത്തിൽ അനാവശ്യമായിട്ട് എന്തൊരു പണം ചെലവഴിക്കണം എന്ന ചിന്തയാണ് വലതുപക്ഷത്തിന്. ആ വലതുപക്ഷത്തിന്റെ ചിന്തയുടെ ഭാഗമായിട്ടാണ് ആ മേഖല തകർത്തു കളഞ്ഞത്. വലിയ ചെറിയ തകർച്ചയല്ല ആ മേഖലക്ക് ഉണ്ടാക്കിയത്. കേരളത്തിലെ കശുവണ്ടി മേഖല പല ജില്ലകളിലും വ്യാപിച്ചു കിടക്കുന്നുണ്ടെങ്കിലും അതിന്റെ കേന്ദ്രം പൂർണ്ണമായി കൊല്ലമാണ്. എന്താ അവിടുത്തെ സ്ഥിതി?